ഹലോ, കൃഷി ഓഫീസ് ആരാണ്? സർ, ഞാൻ രാവിലെ വിളിച്ച ആരാധികയാണ്. ഓ, താൻ ഇത്ര പെട്ടെന്ന് ആരാധികയോ? ആ, തനിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഈ ഇരുട്ടത്ത് മരത്തിന് മേലെ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്ന റിസ്ക് അല്ലേന്ന് വിചാരിച്ചു വിളിച്ചതാ. എന്ത് റിസ്ക്? ഈ ലോകത്ത് കുരങ്ങന്മാർ മുഴുവൻ മരത്തിലല്ലേ ജീവിക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അതുകൊണ്ടാണോ സാർ മരത്തിൽ കയറിയിരിക്കുന്നേ? എന്താ ഉദ്ദേശിച്ചത്? അയ്യോ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. എടോ, താൻ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ടീമിലുള്ള ആളല്ലേ? ഇതിന്റെ സമരം പൊളിക്കാനുള്ള മയക്കുവിളിയല്ലേ? അയ്യേ, ഞാൻ ആരെയും മയക്കാൻ വിളിച്ചോന്നല്ല. ഒരു സപ്പോർട്ട് തരണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായി ഇനി വിളിക്കുന്നില്ല. സോറി. ഹലോ ഹലോ, എന്നാ മിണ്ടാത്തെ? രാവിലെ വിളിച്ച് കുട്ടിയാണോ? കുട്ടിയാ? ഞാൻ നിന്റെ തള്ളയാടാ. ഓ, അമ്മയാണോ? എന്താ കാര്യം? അല്ല, നിനക്ക് സമരം ചെയ്യാനേ താഴെ സ്ഥലം കിട്ടിയില്ലേ? ഇത് പറയാനാണോ വിളിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എടാ, നീ വല്ലതും കഴിച്ചോ? അമ്മ, ഇത് ഉപവാസ സമരമല്ലേ? അല്ല, സമരം ഇന്നെങ്ങാനും തീരുവോ? നീ വരുമെന്ന് കരുതി ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഒരു ചീരത്തോരൻ. അല്ലെങ്കിൽ 24 മണിക്കൂറും ചീരത്തോരൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ. ഇപ്പൊ എന്നാ പറ്റി? ചീരത്തോരൻ ഇഷ്ടമല്ലേ? ഇഷ്ടവാ. ഹലോ ഹലോ അമ്മേ. ഹലോ ഹലോ അമ്മേ. ഇഷ്ടവാന്ന് പറഞ്ഞില്ലേ? എനിക്കും ഇഷ്ടവാ. സോമൻ ചേട്ടാ, എഴുന്നേറ്റേ. സോമൻ ചേട്ടോ. എടാ, കൊതുകുപോലെ നല്ലൊരെണ്ണം വാങ്ങണം. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അതൊന്നും വേണ്ടെന്നേ. ഇത് വെട്ടണ്ടെന്ന് ഓർഡർ വന്നു. ഇനി ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നല്ലൊരു ഉപവാസമായിരുന്നു. രക്തശുദ്ധീകരണം നടന്നുകൊണ്ടിരുന്നു. നശിപ്പിച്ചു. വീണ്ടെടുത്തേ, വീണ്ടെടുത്തേ, അമ്മ മരത്തെ വീണ്ടെടുത്തേ. വീണ്ടെടുത്തേ, നന്മ മരത്തെ വീണ്ടെടുത്തേ, വീണ്ടെടുത്തേ, നമ്മുടെ വീരൻ വീണ്ടെടുത്തേ. സംഘടനാ തലത്തിൽ ഇരു മുന്നണികളും ഈ വിജയത്തെ ആഘോഷിക്കുന്നുണ്ടല്ലോ, എന്ത് തോന്നുന്നു? അല്ല, ഇതൊക്കെ മുറിച്ചു മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ 2-3 തലമുറകൾ വേണ്ടി വരും ഇതുപോലത്തെ ഒന്ന് മുഴുത്ത് പന്തലിക്കാൻ. കഴിവതും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമില്ല. പക്ഷെ കണ്ണിന് പിടിക്കാതെ കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കാതെ നല്ല ഹോം മെയ്ഡ് തെറി ഞാൻ പറയും. അതാണ് ശീലം. വിമോചന സമരത്തിന് ശേഷം ആദ്യമായി ഒരു സമരം വിജയിച്ചിരിക്കുകയാണ് ഇവിടെ. എടാ, ഒരു അടിപ്പാവടയും കൂടെ ഉണ്ടേ. സാരി, പാവാട, ബ്ലൗസും ഉണ്ട്. ഇങ്ങനെ 1050 സാധനം ഇട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? വല്ല നൈറ്റ് ഇട്ട് കിടന്നാൽ പോരെ? എന്നാ നാളെ മുതൽ ഞാൻ നൈറ്റ് ഇട്ടോളാം. എന്നിട്ട് നിനക്കൊരു ലോഹയും മേടിച്ചു തരാം. അതാകുമ്പോ പിന്നെ പാൻറ് ഷർട്ടും വലിച്ചു കയറ്റി കഷ്ടപ്പെടണ്ടല്ലോ. ഫോൺ അടിക്കുന്നുണ്ട്, ചെല്ല്. ഫോൺ അടിക്കുന്നെന്ന്. ഒരു പാവാടക്കാരി. ഹലോ, ആരാ? ഇത് സോമൻ സാറിന്റെ വീടല്ലേ? ഇതെന്റെ വീടാ. അവൻ തന്നെ ഒരു അധികപ്പറ്റ. മോളേതാ? ഞാൻ സോമൻ സാറിന്റെ ഒരു ആരാധികയാണ്. സാറിന് ഇത് കൊടുക്കോ? അയ്യോ, ഇപ്പൊ ഒരെണ്ണം കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ക്ഷീണം മാറിയിട്ട് പോരെ? ആണോ? എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതായിരിക്കും നല്ലത്. അവനെ തുണി അലക്കുക. എടാ, എന്റെ ഒരു ആരാധികയെ വിളിച്ചത്.
അയ്യോ, എന്നിട്ട് എന്നെന്താ വിളിക്കാഞ്ഞേ? എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ആ കൊച്ചിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ. ഹലോ, സോമൻ സാറല്ലേ? ഹലോ, കുട്ടിക്ക് എന്നെ നമ്പർ എങ്ങനെ കിട്ടി? അത് ഞാൻ ജബ്ബാർക്കയോട് ചോദിച്ചു വാങ്ങിച്ചതാ. അത് നന്നായി. അതെന്നാ? അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചാലേ സണ്ണി എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കും. അവൻ ആളത്ര പഠിപ്പല്ല. സാറിനപ്പൊ ചെറിയ പൊസസീവ്നെസ് ഒക്കെ ഉണ്ടല്ലേ? പൊസസീവ്നെസ്സോ? എനിക്ക് കുട്ടിയുടെ പേര് കൂടി അറിഞ്ഞൂടെ പിന്നെയാ. സത്യം പറ, സാർ ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. ഏ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയാവും. കുട്ടിയുടെ പേരെന്തായിരുന്നു? ശാലിനി. ശാലിനി. ബേബി ശാലിനിയാണോ? ബേബി ഇല്ലാത്ത ശാലിനി. മൂഞ്ഞ, ഇലചുരുട്ടിപ്പുഴു, ഇവ രണ്ടുമാണ് തെങ്ങിന്റെ ക്രൂര ശത്രുക്കൾ. അത് നെല്ലിന്റെ അല്ലേ സാറേ? അല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തെങ്ങിന്റെയും ശത്രുവാവും. ആണോ? അതെ. സണ്ണി ചെല്ല്. ചെല്ലടോ. പറഞ്ഞോ. ചേട്ടൻ ഒരു മൊബൈൽ വാങ്ങിച്ചൂടെ? അതാവുമ്പോ എനിക്ക് എപ്പോ വേണേലും വിളിക്കാലോ. മൊബൈലൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് ശാലിനി. അതിന് ഈ മൊബൈൽ തിന്നാനൊന്നും അല്ലല്ലോ സോമൻ ചേട്ടാ, വിളിക്കാനല്ലേ? നോക്ക് ശാലിനി, ഈ മൊബൈലൊക്കെ എൻ്റെ ആദർശത്തിനെതിരാണ്. ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് ഒരു കത്തെഴുതാം. സോമൻ ചേട്ടൻ അവിടെ സാ മട്ടിലിരുന്ന് എഴുതിക്കോ. ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. ആണോ? എന്നിട്ടമ്മ ആനന്ദ തുന്തിലയായോ? തുന്തില. കേട്ടപ്പോ അമ്മ ഒരൊറ്റ ആട്ടായിരുന്നു. അതെന്താ? ഒരു ദുശീലങ്ങളും ഇല്ലാത്ത, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന, ജൈവ ഭക്ഷണം കഴിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ഞാൻ? ആ, അത് തന്നെ നാട്ടുകാരും പറയുന്നേ. ചേട്ടന് ചെറിയ വട്ടുണ്ടെന്ന്. വട്ടോ? ആര് പറഞ്ഞു? ആരാ പറയാത്തത്? പക്ഷെ എനിക്കാ വട്ടനെ ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നമെന്നോ? ആ, നമ്മുടെ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് അമ്മ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയതാ. എന്നിട്ടിപ്പോ അമ്മ പറയുവാ അമ്മാവിന്റെ പരിചയത്തിൽ ആരോ എന്നെ പെണ്ണ് കാണാൻ അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന്. അതിനെന്താ വന്ന് കണ്ടിട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ വന്ന് കണ്ടിട്ട് പോണ്ട. എന്നെ കാണാൻ വരുന്ന ഒരേ ഒരാള് സോമൻ ചേട്ടനായിരിക്കണം. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, അയ്യോ എന്റെ മഞ്ഞൾ. എടാ, നീ കല്യാണം കഴിച്ചില്ലേ നിന്റെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാരും ഈ പ്രായത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ, നിന്നെ കിട്ടണമെങ്കിലേ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി? പുരുഷധനം എന്നതാ അമ്മയും മോനും കൂടി. സജി, അവന് കല്യാണം കഴിക്കണോന്ന്? കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ദേ കിടക്കുന്നു. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. സോമ, ഈ പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ പിടിച്ച് പോണ പോലെയാണ്. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ കല്യാണം അങ്ങനെയല്ല, വിമാനയാത്രയാണ്. ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മരണക്കളിയാ, സൂക്ഷിച്ചു വേണം. വരുന്ന പെണ്ണിന്റെ വിധി. ഞാൻ രക്ഷപ്പെട്ടു. കേട്ടല്ല? ഇവിടെ ആണോ? ഏതാണ്ട് ഇവിടെയാണെന്നാ പറഞ്ഞത്. ഇത് ദേവരാജ്. ദേവ. ഈ വീടാ? എടാ, ഇത് നമ്മൾ വാർക്കപ്പണിക്ക് വന്ന ദേവൻസ് കാറ്ററിംഗിന്റെ വീടല്ലേ? അതെ. വാ, കേറിയോ. ഏ? വാ, 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 വാ. വേഗം ആട്ടെ, അവരിപ്പോ ഇങ്ങെത്തും. ആ ശരി ചേച്ചി. നന്നായിട്ട് പൊരിയണേ. ആ, വറുത്തതിൻ്റെയും പൊരിച്ചതിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഭക്ഷണക്കൊക്കെയിലോട്ടാണോ നമ്മൾ കാലെടുത്ത് വെക്കുന്നത്? പോയാലോ? പോവാം, വാ. ഇവിടെ കൊള്ളാലോ.
ചന്ദന വെള്ളരി വല്ലരി മേലെ ചന്ദ്രിക പോലൊരു പെൺകുയിലാൾ സുന്ദരി നിന്നിലലിഞ്ഞു വിളങ്ങാൻ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ. കണ്ട വാർക്കപ്പണിക്കാർക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്നാ പോയാലോ? അമ്മ ഇനിയിപ്പോൾ നിങ്ങൾ അവളെ നിർബന്ധിച്ച് വേറെ കെട്ടിച്ചാലും ഞാൻ അവിടെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും. ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. ആഹാ, അങ്ങനെ നീ വിളിച്ച ഉടനെ ഇറങ്ങി വരായിരിക്കുവാണോ അവള്? ഞാൻ വിളിച്ച ശാലിനി വരും. നീ പോടി. ഞാൻ പോവും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എന്താ ദേണ്ടെ, ദുബായില് ജോലിയുള്ള നല്ല അമ്പോറ്റി ചെറുക്കന്റെ കല്യാണാലോചന എന്റെ കൊച്ചാട്ടം കൊണ്ടുവരുന്നേ. അവരിപ്പൊ ഇങ്ങ എത്തും. വന്നാലാ ചെറുക്കന് ഞാൻ എലിവശം കലക്കി കൊടുക്കും. നിങ്ങൾ ഈ യന്ത്രവള് പറയുന്നതല്ല കേൾക്കുന്നുണ്ടോ? ഡീ, നീ എങ്ങാണ്ട് ആ ദരിദ്രവാസിയോട് ഇറങ്ങി പോലുണ്ടല്ലോ, ഞാൻ കെട്ടി തൂക്കി ചത്തുകളയും. അമ്മ ചത്താലും ഞാൻ സോമചേട്ടനെ തന്നെ കെട്ടത്തുള്ളൂ. നീ ഉറപ്പിച്ചോ? 3.5 തരം. ആ അളയാ, അടിയന്തരമായിട്ടൊരു കാര്യം ചെയ്യണം. ആ ഗൾഫുകാരൻ ചെറുക്കനോട് വരണ്ടാന്ന് പറഞ്ഞേക്ക്. ആ വരണ്ടാന്ന്. രണ്ടും കൂടെ എന്തോന്ന് വെച്ച് ചെയ്യാം. മാറുന്നില്ല.